സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ തീരുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് നാം ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ചുമ്മാതെ ചാടിക്കേറി എന്തെങ്കിലും ഒന്ന് ചെയ്താ പോരാ. വീട് വെക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ പടച്ചവനെ വീട് വെക്കാൻ പൈസ ഉണ്ടാകുന്നതിന് മുമ്പേ എഞ്ചിനീയറെ കണ്ട് വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വീട് വെക്കാനാണെങ്കിലും കച്ചവടം തുടങ്ങാനാണെങ്കിലും വണ്ടിയെടുക്കാനാണെങ്കിലും പടച്ചവനെ, നിന്റെ ജീവിതത്തിൽ നീ എന്ത് കാര്യം ചെയ്യാ തീരുമാനിക്കുമ്പോ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? വീട് വെച്ചിട്ട് സമാധാനമില്ലാതെ വീടിനകത്ത് കിടന്ന് കണ്ണുനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും വിറ്റിട്ട് പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിൽ ബറക്കത്തില്ലാതെ പ്രയാസപ്പെടുന്നവരോട്, അല്ലാഹുവേ, പെണ്ണ് കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്നവരോട്, വാഹനമെടുത്തിട്ട് പടച്ചവനെ സമാധാനമില്ലാത്തവരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നബിയേ? ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നീ ഒന്ന് ഒളിവെടുക്കണേ. എടാ, കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നവര്, വീട് വെക്കാൻ തീരുമാനിക്കുന്നവര്, പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിക്കുന്നവര്, വാഹനമെടുക്കാൻ തീരുമാനിക്കുന്നവര്, എടാ, നീ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നീ എന്ത് ചെയ്യണമെന്നറിയുമോ? നീ ഒന്ന് ഒളിവെടുക്കണേ. ഒളിവെടുത്തിട്ട് നീ 2 റകഅത്ത് നമസ്കരിക്കണേ. നീ ഒളിവെടുത്തിട്ട് 2 റകഅത്ത് നമസ്കരിക്കണേ. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് നീ പടച്ചവനോട് പറയണം, അല്ലാഹ്, ഖൈറും ശർറും നിനക്ക് മാത്രമേ അറിയൂ തമ്പുരാനെ. അല്ലാഹുവേ, ഇത് കച്ചവടം ഖൈറാണോ ശർറാണോ എനിക്കറിയില്ല പടച്ചവനെ, നിനക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹ്, ഞാനൊരു കച്ചവടത്തിന് വേണ്ടി ഇറങ്ങാ പോവുകയാ. ഞാനൊരു വീട് പണിയാൻ വേണ്ടി ഇറങ്ങാ പോവുകയാ. അല്ലാഹുവേ, ഇത് ഖൈറാണെങ്കിലോ, ഇത് നല്ലതാണെങ്കിലോ പടച്ചവനെ, എല്ലാ വഴിയും നീ തുറന്നു തരണേ അല്ലാഹ്. റബ്ബേ, ഇത് ശർറാണെങ്കിലോ, ഇത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിലോ, എന്റെ സർവ്വ സമ്പാദ്യങ്ങളും നശിപ്പിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമെങ്കിലോ അല്ലാഹുവേ, തടസ്സം തരണേ അല്ലാഹ്, തട്ടി മാറ്റണേ അല്ലാഹ് എന്ന് നീ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക.